പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ കണ്ട ഒരു മനുഷ്യൻ കടുത്ത ഭയമാണ്, കടുത്ത ഡിപ്രഷൻ. ബാഗ് തുറന്ന് കാണിക്കും, കുറച്ചധികം മരുന്നുകളും വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുക. ഒരു 2 മാസം മുമ്പ് വരെ ഒരു കുഴപ്പവുമില്ലാതെ ഓടിച്ചാടി നടന്ന മനുഷ്യൻ പലപ്പോഴും ഓർക്കാറുണ്ട്, എൻ്റെ ദൈവമേ, നമുക്ക് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഒരു ഹോർമോൺ മാറിയാലേ നമ്മളൊക്കെ ഇതുപോലൊക്കെ ഇരിക്കും. നമ്മളെ ചിലരിങ്ങനെ സങ്കടപ്പെട്ട് നടക്കുക. അത് സങ്കടം കൊണ്ടല്ല ഈ സങ്കടപ്പെടണത്. നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ വരുന്നത് മാറ്റമുണ്ട്. അങ്ങനെ ഗ്ലൂമി ആയിട്ട് അങ്ങനെ പോകുന്ന മനുഷ്യരുണ്ട്. ദൈവങ്ങളെ, ആ മനുഷ്യനെ ഞാൻ ഓർക്കുക. വളരെ ആക്റ്റീവായിരുന്നു, എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടെന്ന മനുഷ്യൻ വിദേശത്ത് എവിടെയൊന്ന് പോയി ആരെയും സന്ദർശിക്കാനൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഈ ഒരു അവസ്ഥയാണ്. ജീവിതത്തിൽ ധൈര്യമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം ആരാണ്ട് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ആഫ്രിക്കൻ മിഷൻ മെയ് മാസമുണ്ട്, അച്ഛൻ ആഫ്രിക്ക പോകാൻ പേടിയില്ലെന്ന്. ഞാനെന്തിനെ പേടിക്കുന്നവൻ പോകരുത്. പേടിക്കാത്തവനുള്ളതാണ് സുവിശേഷ പ്രഘോഷണം. പേടിക്കാതിരിക്കാനുള്ളതാണ് സുവിശേഷം. പേടിക്കാതിരിക്കാനുള്ള ക്രിസ്തു, പേടിക്കാതിരിക്കാനുള്ള പരിശുദ്ധാത്മാവ്. ജീവിതത്തിൽ വലിയ നമുക്കറിയില്ല, അടുത്ത മിനിറ്റ് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഇന്ന് എന്താണെന്ന് നമുക്കെങ്ങനെ അറിയാൻ പറ്റുന്നത്? പക്ഷേ അവിടെ നീ തളരില്ലെന്ന് നീ അറിയണം, അവിടെ നീ വീണു പോവില്ലെന്ന് നീ അറിയണം. അതുപോലെ ദൈവത്തിൻ്റെ ആത്മ, നമ്മൾ വിചാരിക്കും ദൈവമേ ഭൂമി ഇടിയാൻ പോകും. ഈ ഭൂമിയൊന്നും ഇടിഞ്ഞു പോവില്ലെന്നാ. ആകാശം ഇടിഞ്ഞൊന്നും വീഴാൻ പോകുന്നില്ല. ദൈവത്തിൽ നീ വിചാരിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ആ ദുരന്തം സംഭവിക്കാനും പോകുന്നില്ല. ഈ മനുഷ്യന്മാർ ഭ്രാന്ത് പിടിക്കുക, ആവശ്യമില്ലാത്ത ചിന്ത. ലോകത്ത് ഒരിക്കലുമില്ലാത്ത രീതിയിൽ ഭ്രാന്തന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ഞാനും നിങ്ങളെ ഉൾപ്പെടെ ഞാൻ ഈ ഭ്രാന്തനെന്ന് വിളിച്ചത്. എന്തൊരു ടെൻഷനാണ്, എന്തൊരു ആങ്സൈറ്റിയാണ്. മനുഷ്യനെന്ന് പറഞ്ഞാൽ നെർവസാണ്. വെറുതെ വണ്ടി ഓടിച്ചൊന്ന് വഴി കൂടെ ഇറങ്ങി എത്രമാത്രം ഭ്രാന്തന്മാരെ ഇപ്പോൾ കൊണ്ടിരിക്കണേ. ഓണടിക്കുന്ന കേട്ട് അറിയാം അവന് ഭ്രാന്താന്ന്. വണ്ടിയുടെ സ്പീഡ് കാണുമ്പോൾ അറിയാം അവന് ഭ്രാന്താന്ന്. അതേപോലെ നമുക്കൊരു സമനില തെറ്റിക്കൊണ്ടിരിക്കുക. കുടുംബ ബന്ധങ്ങളിൽ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്നൊക്കെ ഈ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധ ആരും വിദ്യാർത്ഥികൾ കൊച്ചുമകളെ കൊണ്ടുവരാറുണ്ട്. പഠിക്കാൻ പോയി ടെൻഷൻ. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ കൊണ്ട് വന്നു, തുപ്പലിറങ്ങുന്നില്ല തൊണ്ടേന്ന്. വേറൊരു കൊച്ചൊന്ന് വായിക്കാത്ത മുഴുവൻ തുപ്പൽ വന്നുകൊണ്ടിരിക്കുക. എന്തൊക്കെ അസുഖങ്ങളെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വായിക്കാത്ത തുപ്പൽ വരുന്നതും വായിക്കാത്ത തുപ്പൽ വരാതിരിക്കുന്നതുമൊക്കെ ശരിക്കും ഈ പറഞ്ഞ പ്രശ്നങ്ങളെ. ബിലീവ് ഇൻ ഗോഡ്, ദൈവത്തിൽ ഒത്തിരി കുറച്ചുകൊണ്ട് വിശ്വസിച്ചേ. നീ ആശുപത്രിയിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ, നീ മരുന്നിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ, നീ മനുഷ്യനെ ഇവരെല്ലാം നിന്നെ ചതിക്കും. പക്ഷെ ചതിക്കുകയില്ലാത്ത ഒരാളല്ലേ ദൈവം. ചതിക്കുകയില്ലാത്ത ഒരാളുടെ പേരല്ലേ പരിശുദ്ധാത്മാവ്. എൻ്റെ വെച്ചാൽ കർത്താവിൽ നീ ആശ്രയിക്കുക. തിരുവചനം പഠിപ്പിക്കുകയാണ്, യോഹന്നാൻ്റെ സുവിശേഷം 14:15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ദൈവമാകുന്ന നദിയുടെ തീരത്തിരിക്കണം മക്കളെ, ദൈവത്തിൻ്റെ ഓരത്തിരിക്കണം. ജീവിതത്തിൽ വല്ലപ്പോഴൊക്കെ ഒന്ന് ദൈവത്തെ ഹോൾഡ് ഓൺ ടു ദ ഹാൻഡ് ഓഫ് ഗാഡ്. പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോൾ കയ്യൊന്ന് ചോദിച്ചു, കർത്താവെ നിൻ്റെ കൈക്ക് ഞാൻ പിടിച്ചിരിക്കുക. കാണുന്നവർ പ്രാന്താന്ന് വിചാരിക്കും, പറയുന്നവനെ പ്രാന്ത്, നിനക്ക് പ്രാന്തുണ്ടാവില്ല. അപ്പം അതൊക്കെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇങ്ങനെ കൈയൊന്ന് ചുരുട്ടിപ്പിടിച്ച് ദൈവത്തിൻ്റെ കൈക്കൊക്കെ പിടിച്ചുകൊണ്ട് നമുക്കൊന്ന് ഇരിക്കാൻ പറ്റുമോ? എൻ്റെ കൽപ്പന കർത്താവിൻ്റെ ഇഷ്ടമല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്തു കൊടുക്കാറില്ലേ? കൽപ്പന എന്നൊക്കെ പറയുന്നത് ഇതാന്നേ. ദൈവത്തിന് ഇഷ്ടമുള്ളത് നിന്നോട് പറയുമ്പോൾ നീ അതൊക്കെ ചെയ്യുന്നത്. കാരണം സ്നേഹിക്കുന്നുണ്ട്, നീ സ്നേഹിക്കുന്നതിന് തീർച്ചയായിട്ടും അത് ചെയ്തു കൊടുക്കില്ലേ? ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായനെ നിങ്ങൾക്ക് തരികയും ചെയ്യും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് ഒരു ഹെൽപ്പർ, പരിശുദ്ധാത്മാവിൻ്റെ പേരാ, സഹായിക്കുക. നമ്മൾ ജീവിതത്തിൻ്റെ ഏതവസ്ഥ വെല്ലുവിളിച്ചത് പറയണത്. നീ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലൂടെ ഏത് നൂൽപാലത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, നീ പരിശുദ്ധാത്മാവെ എന്ന് വിളിക്കാമോ? നീ പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്നെങ്കിൽ ആ നൂൽപാലത്തിലൂടെ നിന്നെ വീഴാതെ അക്കരെ കൊണ്ടുപോകാൻ നിൻ്റെ ദൈവത്തിന് കഴിയും. എന്നിട്ട് പറയും, ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് കഴിയുകയില്ല. മനുഷ്യർക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നേ. അല്ല, നമുക്കും ഇത് മനസ്സിലാവില്ല. ലോകത്തിൻ്റെ അരൂപിയുള്ളതുകൊണ്ടാണ്. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് കഴിയുകയില്ല. കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. നമ്മൾ പരിശുദ്ധാത്മാവിനെ കാണുന്നുണ്ട്,
നമ്മൾ പരിശുദ്ധാത്മാവിനെ അറിയുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിൽ എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിലായിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടില്ല. നമ്മൾ തമ്പുരാൻ തരുന്ന എന്തൊരു ധൈര്യം, എന്തൊരു കോൺഫിഡൻസാണ് ഇന്ന് ജീവിതത്തിൽ ഇറങ്ങിപ്പോകുന്ന കാര്യത്തിൽ. ഈ ഒരു വചനം മതി ഇത് ജീവിക്കാനൊക്കെ. ഈ വചനം നീ ആവർത്തിച്ച് പറഞ്ഞൊന്ന് ജീവിച്ച് നോക്കിക്കേ. നിന്റെ മുഖം പറയും, എന്തേ നീ ഇന്നും ഇങ്ങനെ തകർച്ചയിൽ നിന്ന് തകർച്ചയിലോട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ദുരന്തത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? കർത്താവ് തന്നിരിക്കുന്ന ഈ ആത്മാവിൽ നീ ആശ്രയിക്ക് പോയതല്ലേ. ഈ ആത്മാവിന് നീ ചിന്തിക്കുന്ന വെല്ലുവിളിച്ച അച്ഛനെന്ന് പറയാം, നീ ചിന്തിക്കുന്നിടത്ത് നിന്നെ കൊണ്ടുപോകും. നീ ആഗ്രഹിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. കർത്താവെ, സ്വർഗം തുറക്കണമേ, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാൻ എന്നെ പഠിപ്പിക്കണമേ, അങ്ങയുടെ തിരുമുമ്പിലിരിക്കാൻ എനിക്ക് വരം തരണേ കർത്താവെ. ഈശോയെ, പൊന്നു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോയെ, വേദനകളും ദുഃഖങ്ങളും ആകുലതകളും തകർച്ചകളും നിരാശകളും ഒക്കെ ഉള്ളവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.